അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 19 വെള്ളിയാഴ്ച. ജമ്മു കാശ്മീരിൽ തുടരുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സുരക്ഷാ സമിതി യോഗം ചേർന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 32 മാസത്തിനിടെ 48 സൈനികരാണ് കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നീറ്റ് UG പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. റോൾ നമ്പർ മറച്ച് ഓരോ സെന്ററിലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് നാളെ 5 മണിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ചോദ്യപേപ്പർ ചോർച്ച വ്യാപകമായിരുന്നു എന്ന് ഹർജിക്കാർക്ക് ഉൾപ്പെടെ മനസ്സിലാക്കാനാണ് മാർക്കുകൾ പരസ്യപ്പെടുത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. നീറ്റ് കേസ് തിങ്കളാഴ്ച 10:30 വീണ്ടും വാദം കേൾക്കാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. വിഷയത്തിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമെടുക്കുമെന്നും കോടതി അറിയിച്ചു. നീറ്റ് UG പരീക്ഷയിൽ വൻതോതിൽ ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പുനഃപരീക്ഷ നടത്താനാകൂ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ. സംസ്ഥാനത്ത് വെള്ളക്കെട്ടിൽ വീണ് 2 പേർ മരിച്ചു. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ അരീക്കോട്, കൊണ്ടോട്ടി ഉപജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്കും ഇടുക്കിയിൽ ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും അവധി. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്തായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുള്ളതിനാൽ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ തീരത്ത് എത്താൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മീൻപിടുത്തക്കാർക്ക് കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലവർഷം ശക്തമായി പെയ്യുമ്പോഴും ഇതുവരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 12% മഴക്കുറവ്. 1043.7 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് 922.6 മില്ലിമീറ്ററാണ് ലഭിച്ചത്. ജൂണിലെ മഴക്കുറവ് കാരണമാണ് സംസ്ഥാനത്തൊട്ടാകെ മഴക്കുറവുണ്ടാകാൻ കാരണം. ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന് പിന്നാലെ കൊൽക്കത്ത ഭാഗത്ത് മറ്റൊരു ന്യൂനമർദ്ദ സൂചന കൂടിയുള്ളതിനാൽ ശക്തമായ മഴ ഈ മാസം മുഴുവൻ തുടരാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. വടക്ക് ഭാഗത്തെ ന്യൂനമർദ്ദം ഒഡീഷ തീരമേഖലയിൽ എത്താനാണ് സാധ്യതയെന്നും അറബിക്കടലിന് സമീപം ചക്രവാത ചുഴിയുള്ളതിനാൽ കാലവർഷക്കാറ്റിന്റെ ശക്തി വർദ്ധിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പലയിടത്തും തീവ്രമഴ പ്രതീക്ഷിക്കുന്നതിനാൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അമീറുൽ ഇസ്ലാം നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. പ്രതിയുടെ മനഃശാസ്ത്ര സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും പ്രതിയുടെ മാനസിക പരിശോധന നടത്തി മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. പൊഴിയൂരിൽ പുതിയ മത്സ്യബന്ധന തുറമുഖ നിർമ്മാണ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഈ വർഷത്തെ ബജറ്റിലാണ് പൊഴിയൂരിൽ പുതിയ തുറമുഖ നിർമ്മാണത്തിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമീപ പ്രദേശത്തായാണ് പുതിയ ഫിഷറീസ് തുറമുഖം നിർമ്മിക്കുന്നത്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. 120 കോടി രൂപ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിന് അനുവദിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ഇ ഗ്രാൻഡ്സ് പോർട്ടലിൽ കുടിശ്ശികയുള്ള മുഴുവൻ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് തുകയും വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി പറഞ്ഞു. ബജറ്റ് വിനിയോഗ പരിധി 100% ഉയർത്തിയാണ് തുക ലഭ്യമാക്കുന്നത്.
150 കോടി രൂപയാണ് ഈ ഇനത്തിലെ ബജറ്റ് വകയിരുത്തൽ. ഇതിൽ 32.13 കോടി രൂപയുടെ വിനിയോഗ അനുമതി നേരത്തെ ലഭ്യമാക്കിയിരുന്നു. മാവോയിസ്റ്റ് ബന്ധമുള്ള തൃശൂർ സ്വദേശിയായ മനോജിനെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തീവ്രവാദ വിരുദ്ധ സേന പിടികൂടി. മാവോയിസ്റ്റുകൾക്കിടയിലെ സന്ദേശവാഹകനാണ് ഇയാളെന്നാണ് വിവരം. കബനിതളം കേന്ദ്രീകരിച്ചാണ് മനോജ് പ്രവർത്തിക്കുന്നത്. 14 UAPA കേസുകളിൽ പ്രതിയാണ്. അരീക്കോടുള്ള തീവ്രവാദ വിരുദ്ധ സേനാംഗങ്ങളാണ് എറണാകുളത്തെത്തി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ പിടികൂടിയത്. തദ്ദേശ വകുപ്പ് മന്ത്രിയും ജലസേചന വകുപ്പ് മന്ത്രിയും മേയറും ആമേഴഞ്ചാൻ തോട് ശുചീകരണത്തിനായി അനുവദിച്ച കോടികൾ എന്തു ചെയ്തുവെന്നതിന് ഉത്തരം നൽകണമെന്ന് വി മുരളീധരൻ. BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നഗരസഭാ കാര്യാലയത്തിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തോട് വൃത്തിയാക്കാൻ ബജറ്റിൽ നീക്കിവെച്ച 12 കോടി രൂപ എവിടെ പോയി എന്നതിൽ വിശദീകരണം വേണമെന്നാണ് മുരളീധരൻ ആവശ്യപ്പെട്ടത്. ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ റെയിൽവേയെ പഴിചാരി തടിയൂരാനുള്ള ശ്രമം ജനം പുച്ഛിച്ചു തള്ളുമെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. ബുധനാഴ്ച രാത്രി മണിപ്പാലിൽ വെച്ചായിരുന്നു അന്ത്യം. തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സ്ഥാപക ഡയറക്ടറും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VC-യുമായിരുന്നു. തൃശൂർ പുത്തൂർ ഭരത്താക്കര മേരി ഇമാക്കുലേറ്റ് പള്ളിയിലെ ശ്മശാനത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുകയാണെന്ന പരാതിയിൽ കളക്ടർ 1 മാസത്തിനകം തീർപ്പുണ്ടാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നിർമ്മാണത്തിലെ അപാകതകളാണ് ദുർഗന്ധത്തിന് കാരണമെന്നാണ് പരാതിക്കാർ പറയുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പരിശോധിച്ചും പരാതിക്കാരെ കേട്ടും ആവശ്യമായ സംശയ നിവാരണം വരുത്തിയതിനു ശേഷം 1 മാസത്തിനകം പരാതി തീർപ്പാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയത്. ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. നിലവിലുള്ള ഒഴിവുകളിലേക്ക് നിയമന നടപടികളുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് സുപ്രീം കോടതി അനുമതി നൽകി. KSEB ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ CCTV സ്ഥാപിക്കാൻ തീരുമാനമായി. സംസ്ഥാനത്തെ എല്ലാ KSEB ഓഫീസുകളിലും അത്യാധുനിക CCTV ക്യാമറകൾ സ്ഥാപിക്കാനാണ് തീരുമാനം. ശബ്ദം കൂടി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ സംവിധാനമാണ് സ്ഥാപിക്കുക. ഇതോടൊപ്പം ലാൻഡ് ഫോണുകളിൽ വരുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യവും കൊണ്ടുവരുമെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂളുകളിൽ അനധികൃത പണപ്പിരിവ് നടത്തിയാൽ ഇനി കർശന നടപടിയുണ്ടാവുമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ DEOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അറിയിച്ചതോടെ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ലെന്ന് വ്യക്തമായി. സംസ്ഥാനത്ത് 90 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് AAPയുടെ തീരുമാനം. കോൺഗ്രസ് അടക്കം മറ്റൊരു പാർട്ടിയുമായും സഖ്യമുണ്ടാക്കില്ലെന്നാണ് ചണ്ഡീഗഡിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭഗവന്ത് മാൻ വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ചണ്ഡീഗഡ് ദിബ്രുഗഡ് ദിൽബർഗ് എക്സ്പ്രസിന്റെ കോച്ചുകൾ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ മരണം 3ആയി. 30 പേർക്ക് പരിക്കേറ്റു. ചണ്ഡീഗഡിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. ജിലാഹി സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. 12 കോച്ചുകൾ പാളം തെറ്റിയെന്നാണ് പ്രാഥമിക വിവരം. പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട ബംഗ്ലാദേശിൽ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് രാജ്യവ്യാപകമായി മൊബൈൽ ഇന്റർനെറ്റ് റദ്ദാക്കാൻ ഉത്തരവിട്ടതായി ടെലികമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഇതുവരെ 9 പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. 1971 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം ഏർപ്പെടുത്തിയതിന് എതിരെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. മോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും RSS മേധാവി മോഹൻ ഭാഗവത്. ചിലർക്ക് അമാനുഷികരും ഭഗവാനുമൊക്കെയാകാൻ ആഗ്രഹമുണ്ടെന്നാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശം. എന്നാൽ ഭഗവാൻ വിശ്വരൂപമാണെന്നും അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആർക്കും അറിയില്ലെന്നും ആന്തരികമായും ബാഹ്യമായും വികാസത്തിന് പരിധിയില്ലെന്നും ജാർഖണ്ഡിലെ ഒരു പരിപാടിയിൽ വെച്ച് മോഹൻ ഭാഗവത് പറഞ്ഞു. ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉയർത്തിയേക്കും. യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ് നിലവിൽ ഉദയനിധി. ഓഗസ്റ്റ് 22 മുമ്പായി അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്നാണ് വിവരം. നാസയുടെ ട്രാൻസിറ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് സൗരയൂഥത്തിന് പുറത്ത് 6 ഗ്രഹങ്ങളെ കൂടി കണ്ടെത്തി.
ഇതോടെ സൗരയൂഥത്തിന് പുറത്ത് കണ്ടുപിടിച്ച ഗ്രഹങ്ങളുടെ എണ്ണം 5502 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തേക്കാൾ വലിയ, ഭൂമിയേക്കാൾ 1300 ഇരട്ടി വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് ഇപ്പോൾ കണ്ടെത്തിയതിൽ ഒന്ന്. സൂര്യനേക്കാൾ 40 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രത്തെയാണ് ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത്. ദില്ലിയിൽ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരത്തെ വിമർശിച്ചതിൽ ഖേദം അറിയിച്ച് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഇത് സംബന്ധിച്ചുണ്ടായ വിവാദത്തിൽ ഖേദമുണ്ട്. കായിക താരങ്ങളുടെ ക്ഷേമം ഏറ്റവും പ്രധാനമാണ്. അവരുടെ ശബ്ദം കേൾക്കുന്നുവെന്നും ബഹുമാനിക്കപ്പെടുന്നുവെന്നും ഉറപ്പുവരുത്താൻ താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഉഷ വ്യക്തമാക്കി. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഏകദിന 2020 ടീമുകളെ BCCI പ്രഖ്യാപിച്ചു. 2020യിൽ സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ. ഏകദിനത്തിൽ രോഹിത് ശർമ്മ തന്നെ നയിക്കും. സഞ്ജു സാംസൺ 2020 പരമ്പരയിൽ മാത്രം. വിരാട് കോഹ്ലി, KL രാഹുൽ, ശ്രേയസ് അയ്യർ എന്നിവർ ഏകദിനത്തിലുണ്ട്. ശുഭ്മാൻ ഗില്ലാണ് ഏകദിനത്തിലും 2020യിലും വൈസ് ക്യാപ്റ്റൻ. ഋഷഭ് പന്തിനെയും റിയാൻ പരാഗിനെയും 2020 ഏകദിന ടീമുകളിൽ ഉൾപ്പെടുത്തിയപ്പോൾ സിംബാബ്വെക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർക്ക് 2 ടീമിലും ഇടം ലഭിച്ചില്ല. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.